എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ എല്ലാം വീട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഒരു ചെടിയാണ് തുളസി ചെടി. തുളസി ചെടിക്ക് ഭാരത സംസ്കാരവുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. പണ്ടത്തെ വീടുകളിലൊക്കെ തുളസിത്തറ വയ്ക്കുകയും തുളസിയെ ഒരു ദൈവിക പരിവേഷത്തിൽ ആരാധിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തുളസിക്ക് വേറൊരു പേരുള്ളത് ഔഷധങ്ങളുടെ രാജ്ഞി എന്നും ഈ തുളസിക്ക് ഒരു പേരുണ്ട്. കാരണം അത്രമാത്രം ആൻറ്റി ഓക്സിഡൻസ് ഈ തുളസിയിൽ ഉണ്ട്. ഈ തുളസി തന്നെ പല വെറൈറ്റി ഉണ്ട്. ഈ കാണുന്നതാണ് രാമതുളസി. അതിൻ്റെ കളറ് കുറച്ച് ലൈറ്റായിരിക്കും. പിന്നെ കൃഷ്ണതുളസിയുണ്ട്. ഇത് വനതുളസിയാണ്. മെയിൻലി 3 വെറൈറ്റിയാണ് ഈ തുളസിയിലുള്ളത്. ഇതിന് തന്നെ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഈ റിസർച്ച് ആക്ടിവിറ്റീസിൽ പറയുന്നത് തുളസിയെക്കുറിച്ചുള്ള സ്റ്റഡീസ് ഹോമിയോ സ്കോളർ, ഗൂഗിൾ സ്കോളർ, അങ്ങനെ പല പല സൈറ്റിൽ തുളസിയെക്കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് ആണ് യൂജിനോളും യൂറോസോളിക് ആസിഡും. അതായത് ഒരു പ്ലാന്റിൻ്റെ ആക്ഷൻ, ഫൈറ്റോ കെമിക്കൽ ആക്ഷനിൽ വന്ന സബ്സ്റ്റൻസാണ് ഇതെല്ലാം. അപ്പം തുളസിക്ക് പറഞ്ഞ ആക്ഷനിൽ ഏറ്റവും കൂടുതലാണ് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി. ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റി ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റിയും ഉണ്ട്. ഇതിന് പുറമെ ആൻറ്റി വൈറലും ആൻറ്റി ബാക്ടീരിയലും കമ്പൈൻ ചെയ്തുള്ള ആക്ഷനുണ്ട് തുളസിക്ക്. ഏറ്റവും തുളസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് അതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ്. ഈ തുളസി പ്ലാന്റിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഈ പ്ലാന്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് തുളസി ചെടി. ആ തുളസിയുടെ എല്ലാ പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നേരത്തെ പറഞ്ഞ കൃഷ്ണതുളസി. ന്യൂറോളജി സയൻറ്റിസ്റ്റിൻ്റെ പഠനം അനുസരിച്ച് തുളസിയുടെ കമ്പോണൻസ് അൽഷിമേഴ്സ് പോലുള്ള ഡിസീസുകളും ബ്രെയിൻ ഡാമേജും വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. സാധാരണ ചുമ, ജലദോഷം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ തന്നെ തുളസിയിട്ട് ആവി പിടിക്കാനുള്ള കാര്യവും ഇതാണ്. കാരണം ഈ തുളസിയുടെ അകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് ജലദോഷം മുതലായ അസുഖങ്ങളെ മാറ്റുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 2020 നമ്മളെ ലോക ജനതയെ മൊത്തവും ബാധിച്ചിട്ടുള്ള ഒരസുഖമാണ് കോവിഡ് അല്ലേ. ഈ കോവിഡ് വന്നപ്പം ഒരുപാട് പേര് ഒരുപാട് തരത്തിലുള്ള മരുന്നെടുക്കുകയും ചിലവർ പല സോർട്ട് വാക്സിനേഷൻ എടുക്കുകയും അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ കോവിഡിൻ്റെ സമയത്ത് ഹോമിയോപ്പതിയിലൂടെ ഉപയോഗിച്ചു വന്ന ഒരു മെഡിസിനാണ് ഓസ്മം സാൻറ്റം എന്ന് പറയുന്ന ഒരു മെഡിസിൻ. അത് തുളസി ചെടിയിൽ നിന്ന് എടുത്ത ഒരു മെഡിസിനാണ്. ഒരുപാട് നാൾ മുമ്പേ തന്നെ അത് പ്രൂവ് ചെയ്തിരുന്ന മെഡിസിനാണ്. അപ്പോൾ ഓസ്മം സാൻറ്റം വഴി കോവിഡിൻ്റെ പല പല കേസുകൾ ക്യൂർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഇത്. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പ്രസൻറ്റേഷനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഓസ്മം സാൻറ്റം എന്ന് പറഞ്ഞ തുളസിയുടെ കമ്പോണൻ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു മെഡിസിൻ കൊണ്ട് കോവിഡിനെ ട്രീറ്റ് ചെയ്തതിനൊരു എക്സാമ്പിളാണ് ഇത്. സോ തുളസി ചെടി എന്തുകൊണ്ടും എല്ലാവർക്കും വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണ്. അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട്. സോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.